പാടും ഒരു ആലിപ്പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുരു 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 കുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുര പെയ്യുന്ന മഴയിൽ പാടി ആടിവാ. ഇനി 2 മാസം ഞാൻ തകർക്കും. നോ പുസ്തകം, നോ പരീക്ഷ. റിസൾട്ട് വരുന്ന ദിവസം നീ തകരാതിരുന്നാൽ മതി. അഥവാ തോറ്റാൽ നല്ലൊരു ഫുഡ് കഴിച്ചാൽ ജോപ്പന്റെ വിഷമം മാറും. ഓരോ ദിവസത്തിനും അതിന്റെ വിഷമം മതി. ഞാൻ എല്ലാ വിഷയത്തിലും ജയിക്കും എന്ന് മാത്രമേ എല്ലാവരോടും പറയൂ. ബട്ട് സത്യം അതാണോ? അല്ല, ഞാൻ തോക്കും. ബട്ട് എന്തിനതോർത്ത് 2 മാസത്തെ ചന്തം കളയണം? ഫ്രീ ലൈഫ്, അതാണ് ജോപ്പൻ. നിനക്ക് വിവരമുണ്ട്. എന്നാൽ രാവിലെ പള്ളിയിൽ കാണാം. ഓ, ആട് സമ്മതിച്ചാൽ വരാം. അതെന്നെ അങ്ങനെ? അവധിക്കാലമല്ലേ? എന്റെ ആ ആട് മുടിഞ്ഞ ഉഴപ്പാടെ. അതിരാവിലെ തീറ്റാൻ പോണം. പള്ളിയിൽ പോയിട്ട് തീറ്റിയാൽ മതി. എന്നാ ശരി ബ്രോ. ദൈവമേ, മനുഷ്യന്റെ ജീവിതം കുത്തുവാളെടുപ്പിക്കാൻ നീ സൃഷ്ടിച്ച ഏക ജീവിയാണല്ലോ ആടലവലാതി. എനിക്ക് വിശന്നു. നീ എനിക്ക് എന്തു തന്നെ ജോപ്പായി? ഒരു കുന്തവും തരൂല. എന്നാലും വേണ്ട, ഞാനിതാ പോണു. ഈശോപ്പാ. എടാ ചോപ്പ, ഇത് ഞാനാ. ആണോ? ഞാൻ വിചാരിച്ചു നീ അല്ലെന്ന്. ചോപ്പ, ചുറ്റും നോക്ക്. പാതി മയക്കത്തിൽ ഞാൻ ഇതൊന്നും കണ്ടതേയില്ല. ഇന്ന് നമ്മൾ തകർക്കും. എന്തിയെ എന്റെ ആട്? ആരുടെങ്കിലും തലയിൽ കയറി ഇരിപ്പുണ്ടായിരിക്കും. അത് പോട്ടെ, നീ മുകളിലേക്ക് നോക്ക്. എന്റെ അമ്മോ, ചക്കപ്പഴം. നമ്മൾ ഇന്ന് തകർക്കും. എന്റെ അലവലാതി ആട് വരുന്ന ജോണിയും ജോമിയും വരുമ്പോഴേക്കും നമുക്കത് പറിച്ചു വെക്കാം. കത്തിയില്ല, കയറില്ല. നീ കയറി തിരിച്ചു തിരിച്ച് പറിക്കണം. ഞാൻ താഴെ നിന്ന് പിടിക്കാം. നന്നായി പഴുത്തതാ. ഞാൻ ഏറ്റു. റെഡി. ഞാൻ 1-ാം തരം വിക്കറ്റ് കീപ്പറാ. ഇന്ന് ഞാൻ എല്ലാരെയും വണ്ടടിപ്പിക്കും. ഇപ്പം പോരും, പിടിച്ചേക്കണേ. ചെറിയ ക്രിക്കറ്റ് ബോൾ ആർക്കും പിടിക്കാം. ബട്ട് കൂളായൊരു ചക്ക മുകളിന്ന് താഴേക്കിടുമ്പോൾ പിടിക്കുക, അതാണ് പിടുത്തം. റെഡി, 1 2 3. ഞാനൊരു മനുഷ്യജീവിയാണേ ഗോമാതാക്കളെ. ഹായ് ചക്ക ജോപ്പായി. എന്തോന്നാ ചോപ്പ ഇത്? ഒരു കാറ്റ് ചപ്പിളിയായി.
എറിഞ്ഞവൻ മുകളിൽ. ഈ ജോപ്പൻ ആണാണേൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടി ആ പ്ലാവിൽ ഏതെങ്കിലും ഒരു പ്ലാവിൽ കയറി ചക്കയിട്ടിരിക്കും. ചോപ്പ വേണ്ട, നിനക്കറിയാത്ത പണിയാ. അപകടം വരും, മിക്കവും പൊടികളും ഇപ്പം വരും. അവർ പറിച്ചു തരും. ഇത് ജോപ്പന്റെ ശബ്ദം. കുട്ടികളെ, നിങ്ങളുടെ കുഞ്ഞു കരങ്ങൾക്ക് ഞങ്ങൾ വലിയ മരങ്ങൾ വഴങ്ങില്ല. അപകടം, അപകടം. ഉയരം കൂടുന്തോറും താഴേക്കുള്ള ആകർഷണം കൂടും. അപകടം, അപകടം. മരം അങ്കിൾ കൃത്യമായി പറയുമോ? പറയാം. പരീക്ഷ കഴിഞ്ഞു. നിങ്ങളുടെ അവധി തുടങ്ങി. ഞങ്ങളെപ്പോലുള്ള മരങ്ങളിൽ പഴങ്ങൾ നിറയെ പാകമായി. നിങ്ങൾ സൂക്ഷിക്കണം. ഒരിക്കലും സാഹസികത അരുത്. സത്യമാ അങ്കിൾ, ഞങ്ങൾക്ക് മരം കയറ്റം അറിയില്ല. അതാ അങ്ങേ മൂലയിൽ അധികം പൊക്കമില്ലാത്തൊരു മാവുണ്ട്. ആ മാവിന് ഒരു കഥ പറയാനുണ്ട്. അങ്ങോട്ട് ചെല്ല്. പൊടികളം ജോപ്പന്റെ തലയിൽ ക്ലീറ്റസ് ചക്ക പിരിച്ചിട്ടു. അവരെന്തായാലും ബോംബിടാഞ്ഞത് ഭാഗ്യം. കൂട്ടുകാരെ, തോട്ടം നിറയെ ചക്കയും മാമ്പഴവും ചാമ്പയ്ക്കും ഒക്കെ കാണുമ്പോൾ നിങ്ങളെല്ലാം മറക്കും. അതുപോലെ വെള്ളം കാണുമ്പോഴും. അതെ, അപകടം തൊട്ടടുത്തുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ മാവിനും ഒരു കഥ പറയാനുണ്ട്. നോക്ക്, നിറയെ പഴുത്ത മാങ്ങകൾ. നമുക്ക് പറിക്കാം. നമ്മുടെ വീടിന്റെ അടുത്ത ചേട്ടന്റെ തോട്ടമാ. ഞാൻ ഇന്നലെ ചേട്ടനോട് മാങ്ങ പറിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചേട്ടൻ സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ പറിക്കാം. പഴുത്ത 10 മാങ്ങ മാത്രം ഞാൻ പറിച്ചു തരാം. വേറെ ആരും കയറേണ്ട. ഇന്ന് പരീക്ഷ കഴിഞ്ഞ ദിവസമല്ലേ. അന്നു മുതൽ ഞാൻ കായ്ക്കാറില്ല. ആർക്കും എന്നിൽ നിന്നൊരു അപകടവും ഉണ്ടാവില്ല. എന്നിട്ട് ആ കുട്ടിക്ക് എന്തു പറ്റി? അതെ, ആ വീട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് മിക്കുവിന് ഇവിടെ ഒരല്പം പണിയുണ്ട്. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. നിന്റെ മേല് മുഴുവൻ ചക്കപ്പഴത്തിന്റെ ഗന്ധം. ചക്ക ജോപ്പായി, നല്ല മണം. കൂട്ടുകാരെ, ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട് 3ാമത്തെ വർഷമാ. ഒരു ചെറിയ കയ്യബദ്ധം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇവിടെ കിടന്നു തന്നെ നമുക്ക് പഠിക്കണം. എന്റെ തലയിൽ ഇന്ന് ചക്ക വീണു. പാവം ചക്ക ചിതറിപ്പോയി. കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു പാഠമാണ്. ജീവിതം കൊണ്ടൊരു സാഹസികതയും കാണിക്കരുത്. ഒരു നിമിഷം കൊണ്ട് എല്ലാം തീരും. എന്റെ അരയ്ക്ക് താഴെ ചലനമില്ല. മക്കളെ, നിങ്ങളെ ആ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. ഈ ഭൂമി നിങ്ങൾക്കാ. പക്ഷെ നമ്മുടെ അശ്രദ്ധ ദുഃഖം വരുത്തും. ഒരിക്കലും അപകട സാഹചര്യങ്ങളിലേക്ക് പോവരുത്. അമ്മ, ടോണി വീണ മാവ് പിന്നീട് പൂത്തിട്ടില്ല, കായ്ച്ചിട്ടുമില്ല. ടോണി നോക്കിക്കോ, നമ്മൾ ഒരിക്കൽ ഒരുമിച്ച് ആ മാവിന്റെ ചോട്ടി പോവും. ഈ അവധിക്കാലം നിങ്ങൾക്കുള്ളതാണ്. പോയി കളിച്ച് തകർക്ക്. ഒരു ബാല്യം മാത്രം, അതിൽ ആനന്ദിക്ക്. പക്ഷേ ഒത്തിരി ശ്രദ്ധിച്ച്. ഉയരം, കാറ്റ്, തീ. ടോണിയെ കണ്ടില്ലേ? ഇനി ഞങ്ങളൊന്നും പറയാനില്ല. പക്ഷേ പ്രകൃതി നൽകിയ ഈ കനികൾ കഴിക്കുന്നതിന് മുമ്പ് പ്രകൃതിയുടെ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ആ മാവിനോട് ഞങ്ങൾക്കൊരു വാക്ക് പറയാനുണ്ട്.
ടോണി പറഞ്ഞു എല്ലാ വർഷവും കായ്ക്കണമെന്ന്, ഒരുപാട് മാങ്ങാപ്പഴം എല്ലാവർക്കും കൊടുക്കണമെന്ന്, കുറച്ച് ടോണിക്കും വേണമെന്ന്. ഇനി ഞാൻ ആ മന്ത്രം പറയാം കേട്ടോ. പ്രകൃതിയുടെ മന്ത്രം: വിനയം, ശ്രദ്ധ, ജാഗ്രത. ഇത് മനപ്പാടമാക്കിയിട്ട് നിങ്ങൾ കളിച്ച് തേമ്പൃത്ത് തകർത്ത് പൊളിക്ക. ഇനി വന്ന് പഴങ്ങൾ തിന്നോളൂ. ചോപ്പായി, വാ, ചക്ക തിന്നാം. നമിക്കുന്നു. എന്റെ അമ്മോ, ഇതാണ് ആട്. കൂട്ടുകാരെ, ഒരു അവധിക്കാലം കൂടി നമ്മളെ തേടിയെത്തി. കളിയും ചിരിയുമുള്ള കാലം. നമുക്ക് ജാഗ്രതയുള്ളവരാകാം. അപകടത്തിൽപ്പെടാതെ, സാഹസികത കാട്ടാതെ, കരുതലുള്ളവരായി ഈ ദിനങ്ങൾ ആഘോഷിക്കാം. കാരണം നമുക്കൊരു ജീവിത സ്വപ്നമുണ്ട്. നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക്, ഗുരുക്കന്മാർക്ക് സ്വപ്നങ്ങളുണ്ട്. നമുക്കത് പൂവണിയിക്കാം, ചുവടുകൾ ഒരുമിച്ച് വെക്കാം, ജീവിതം കണ്ണീരിൽ മുക്കാതിരിക്കാം. കാവൽ മാലാഖമാർ നമ്മെ കാക്കട്ടെ. ഹാപ്പി ഹോളിഡേയ്സ്. Johnny, 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 Johnny.